പത്രോസ് വാളെടുത്ത് വെട്ടുകയാ. കർത്താവ് പറഞ്ഞു ഒന്നും വേണ്ട, കാരണം ഇപ്പോൾ ഇരുളിന്റെ അധികാരം, ഇപ്പോൾ ഇരുളിന്റെ അധികാരമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 22:52, 52, 53. യേശു തന്റെ നേരെ വന്ന മഹാപുരോഹിതന്മാരോട് ദേവാലയത്തിലെ പടനായകന്മാരോടും മൂപ്പന്മാരോടും ഒരു കള്ളന്റെ നേരെ എന്ന പോലെ നിങ്ങൾ വാളും വടിയുമായി പുറപ്പെട്ടു വന്നുവോ? ഞാൻ ദിവസേന ദേവാലയത്തിൽ നിങ്ങളോട് കൂടെ ഇരുന്നിട്ട് എന്റെ നേരെ കൈ ഓങ്ങിയില്ല. എന്നാൽ ശ്രദ്ധിച്ചിട്ടെ, എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിന്റെ അധികാരവുമാണ്. എന്റെ ജീവിതത്തിൽ പിതാവായ ദൈവം രാത്രി അനുവദിച്ച സമയമാണ്. രാത്രികൾ കരച്ചിൽ വന്ന് രാപാർക്കും. ആമേൻ, ആമേൻ. സാക്ഷാൽ യേശുവിന്റെ ജീവിതത്തിൽ പിതാവ് ഇത് അനുവദിച്ചു. യേശു കരഞ്ഞു, പിതാവേ കഴിയുമെങ്കിൽ ഇതൊന്നും മാറ്റി തരണേ. പക്ഷെ എപ്പോഴും യേശുവിന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ രാത്രിയല്ല, ഒരു പ്രഭാതം വരുന്നുണ്ട്. ആമേൻ. 3 ദിവസം കഴിഞ്ഞു യേശുവിന്റെ നാഴിക വന്നു. കാനാവിലെ കല്യാണ വീട്ടിൽ മറിയ വന്ന് ചോദിച്ചു, മകനെ ഇവർക്ക് ഇന്ന വിഷയമുണ്ട്. സ്ത്രീയെ, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. എന്നാ താൻ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം 3 ദിവസം കഴിഞ്ഞു യേശുവിന്റെ നാഴിക ആരംഭിച്ചു. യേശുവിന്റെ നാഴിക ആരംഭിച്ചു. ആമേൻ, ഹല്ലേലൂയ. പ്രിയ കുഞ്ഞേ, ഇതുകൊണ്ട് മനസ്സിലാക്കുക, ആ യേശുവിന്റെ നാഴിക ആരംഭിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ രക്ഷയുടെ മാർഗത്തിലേക്ക് വന്നത്. രാത്രി നമ്മൾ നശിപ്പിക്കാനല്ല, രാത്രി നമ്മളെ ഉയർപ്പിക്കാനാണ്. രാത്രിയിൽ നാം ഒടുങ്ങിപ്പോകുകയല്ല, രാത്രിയിൽ നാം ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഒരു രാത്രി ഉണ്ടെങ്കിലേ ഒരു പകലുള്ളൂ, ഒരു മരണമുണ്ടെങ്കിലേ ഒരു ഉയർപ്പുള്ളൂ. സന്ധ്യകൾ കരച്ചിൽ വന്ന് രാപാർക്കുന്നു, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. രാത്രിയെ ഭയപ്പെടരുത്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. എന്റെ യേശു നല്ലവൻ, എന്റെ യേശു നല്ലവൻ, എന്റെ യേശു നല്ലവൻ, എന്റെ യേശു നല്ലവൻ. എപ്പോഴും എന്റെ യേശു നല്ലവൻ, എന്റെ യേശു നല്ലവൻ. പ്രിയ പൈതലേ, യേശു നല്ലവൻ, യേശു നല്ലവൻ. യേശുവിന് മാറുവാൻ കഴിയുകയില്ല. യേശു നല്ലവൻ. ഓ, എന്റെ യേശു നല്ലവൻ, എന്റെ യേശു Holy Ghost, എന്റെ യേശു നല്ലവൻ, യേശു നല്ലവൻ. നിന്റെ പ്രശ്നങ്ങളിൽ യേശു നല്ലവൻ. നീ തീയിലൂടെ കടക്കുമ്പോ നിന്റെ യേശു നല്ലവൻ. നീ വെള്ളത്തിലൂടെ കടക്കുമ്പോഴും നിന്റെ യേശു നല്ലവൻ. നീ പ്രതികൂലങ്ങളിലൂടെ കടക്കുമ്പോഴും നിന്റെ യേശു നല്ലവൻ. നീ കടഭാരത്തിലൂടെ കടക്കുമ്പോഴും നിനക്ക് യേശു നല്ലവൻ. ഏതൊരവസ്ഥയിലും നിന്റെ യേശു നിനക്ക് നല്ലവൻ. നീ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോ നിന്റെ യേശു നിനക്ക് നല്ലവൻ. നിന്റെ യേശു നിന്നെ നല്ലവൻ. ആരും നിന്നെ കാണാതെ നീ മാറിയിരുന്ന് നിന്റെ ഹൃദയ ഭാരങ്ങൾ എവിടെ ഇറക്കുമെന്ന് ചിന്തിക്കുമ്പോ, മകനെ മകളെ, ഇതാ ഞാൻ നിനക്ക് നല്ലവനായുണ്ട്, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്നവനായുണ്ട്, ഞാൻ നിന്നെ ബലപ്പെടുന്നവനായുണ്ട്. ഹല്ലേലൂയ. ഓ, അന്യയുടെ കണ്ണുനീരൊപ്പിയ ഞാന്, ഹല്ലേലൂയ. അബ്രഹാമിന്റെ കണ്ണുനീരൊപ്പിയ ഞാന്, സാറയുടെ കണ്ണുനീരൊപ്പിയ ഞാന്, മാർത്തയുടെ കണ്ണുനീരൊപ്പിയ ഞാന്, മറിയയുടെ കണ്ണുനീരൊപ്പിയ ഞാന്, ലാസറിനെ ഉയർപ്പിച്ച ഞാന്. നിനക്ക് നല്ലവനായി, നിനക്ക് വല്ലഭനായി നിന്റെ കൂടെയുണ്ട്, നിന്റെ വീട്ടിലുണ്ട്, നിന്റെ ഓഫീസിലുണ്ട്, നിന്റെ ബിസിനസ്സിലുണ്ട്. ഞാൻ നിനക്ക് നല്ലവനായുണ്ട്, ഞാൻ നിനക്ക് വല്ലഭനായുണ്ട്. ഓരേ ബാലകാരി കറി രേഖല്ല രേഖ രേഖ തേരേ. ഓ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപത്ത്, ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപത്ത്, യഹോവ സമീപത്ത്.
ഹൃദയം തകർന്നവർക്ക് യഹോവ സമയമേ. ഓരി ബാലക റികര റീഗല്ലാരക ദിക്കറ് ഓരി ബാലക തരകര റീഗാല. ഓ രാജാതി രാജാവ് രാജാതി രാജാവ് രാജാതി രാജാവ്. ഹല്ലേലൂയ. രാജാതി രാജാവ്. ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവം, അടുത്തുകൂടാൻ കഴിയാത്ത പ്രകാശത്തിൽ വസിക്കുന്നവൻ. ഇന്ന് പ്രിയ പൈതലേ, നിനക്കൊരുപക്ഷെ കാണുവാൻ കഴിയില്ലായിരുന്ന അദൃശ്യ മണ്ഡലം ദൈവരാജ്യം നിന്റെ ചുറ്റുമുണ്ട്. ദൈവരാജ്യം നിന്റെ ഉള്ളിലുണ്ട്. അതുല്യനായ കർത്താവ് ഇന്ന് നമ്മോട് കൂടെ ആ ദൈവരാജ്യത്തിലുണ്ട്. ദൈവരാജ്യത്തിലുണ്ട്. അവൻ പ്രകാശമാ. അവന് ഇരുളോട്ടമില്ല. അവനിൽ ഇരുളോട്ടമില്ല. അവൻ കടന്നു വരുമ്പോ നിന്നെ രോഗം കൊണ്ടുവരുന്ന ശക്തികളോ, നിന്റെ ശരീരത്തിൽ വേദന കൊണ്ടുവരുന്ന ശക്തികള്, നിന്റെ ജീവിതത്തിൽ ഭാരം കൊണ്ടുവരുന്ന ശക്തികള് പ്രകാശം അടുത്ത് വരുമ്പോൾ ഇരുളോടി അകലുന്നു. ഇരുളോടി അകലുന്നു. ഇരുളിനെ ആരും ഓടിക്കേണ്ട. പ്രകാശം വന്നാൽ ഇരുളോടി അകലുന്നു. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ആബാ. കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ അങ്ങ് ആരാധിക്കുന്ന, അങ്ങ് സ്തുതിക്കുന്ന ഈ മക്കളെ അങ്ങ് കാണുന്നുണ്ട്. ഈ മക്കളെ അങ്ങ് കാണുന്നുണ്ട്. യെസ് ലോർഡ്. അങ്ങയുടെ ആത്മാവിന്റെ ആർക്കും തടയാൻ കഴിയാത്ത അതുല്യമായ ശക്തി, സർവപ്രപഞ്ചത്തിന്റെയും ഏറ്റവും ഉന്നതമായ ശക്തി. യെസ് ലോർഡ്. ഇപ്പോൾ അങ്ങയുടെ മക്കളുടെ മേലെ ആഞ്ഞടിക്കണമെന്ന് അങ്ങയുടെ ദാസനായി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയോട് പ്രാർത്ഥിക്കുക. ഈ റാസൽ കൈമയുടെ ദേശത്ത് ഒരു ഉണർവ് സംഭവിക്കുക തക്കവണ്ണം പരിശുദ്ധാത്മാവിനെ ആ അഗ്നി കൊടുക്കാതെ ഈ റാസൽ കൈമയുടെ ദേശത്ത് ഓരോ വ്യക്തികളുടെ മേൽ, ഓരോ സഭയുടെ മേൽ, ഓരോ ഡിനോമിനേഷന്റെ മേൽ അപ്പ ആഞ്ഞടിക്കട്ടെ എന്ന് ഇറങ്ങിയോട് പ്രാർത്ഥിക്കുകയാണ്. തന്റെ കെട്ടുകൾ അഴിയട്ടെ. പിശാചിന്റെ കെട്ടുകൾ അഴിയട്ടെ. അന്ധകാരാധ്യവത്യങ്ങൾ താഴെ വീഴട്ടെ. എന്റെ യേശുവിന്റെ ഇഷ്ടം നടക്കട്ടെ. എന്റെ ദൈവത്തിന്റെ ഇഷ്ടം നടക്കട്ടെ. ദൈവരാജ്യം ഇവിടെ പ്രഖ്യാപിക്കുക. യേശുവിന്റെ ഇഷ്ടം ഇവിടെ പ്രഖ്യാപിക്കുക. യേശുവിന്റെ കർത്തൃത്വം ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അന്ധകാര ശക്തികൾ ഓടി അകലട്ടെ. ദുഷ്ട ശക്തികൾ ഓടി അകലട്ടെ. ഈ ജനത്തെ സ്വാതന്ത്ര്യ കൽപ്പിക്കുകയാണ് എന്റെ യേശുവിന്റെ നാമത്തിൽ. ഇതൊരു മനുഷ്യന്റെ ശുശ്രൂഷയല്ല. ഇതൊരു മനുഷ്യന്റെ അല്ല. അങ്ങനെ തത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് എന്ന സ്വർഗത്തിലല്ല, ഭൂമിയിൽ തന്നെയുണ്ട്. ഭൂമിയിൽ തന്നെയുണ്ട്. ഭൂമിയിൽ തന്നെയുണ്ട്. ഇത് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയാത്ര. പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയാത്ര. ഓ ഹല്ലേലൂയ. അവൻ വിടുതലുകൾ കൊടുക്കുക. അവൻ വിടുതലുകൾ കൊടുക്കുക. അവൻ സൗഖ്യം കൊടുക്കുക. അവൻ നന്മ കൊടുക്കുക. തളർന്നിരിക്കുന്നവനെ അവൻ ബലപ്പെടുത്തുക. നിരാശനായി കടന്നു വന്നിരിക്കുന്ന വ്യക്തിയെ ദൈവത്തിന്റെ ബലം നീ പ്രാപിക്കുക. ദൈവത്തിന്റെ ബലം നീ പ്രാപിക്കുക. ദൈവത്തിന്റെ ബലം നീ പ്രാപിക്കുക. ദൈവത്തിന്റെ ശക്തി നീ പ്രാപിക്കുക. ഓ ഹല്ലേലൂയ. 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 ഓ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. നീ ഇന്ന് ഞെരുങ്ങി, നീ ഇന്ന് സങ്കടപ്പെട്ട് ഞാൻ എന്ത് ചെയ്യും, എന്നെ ആര് സഹായിക്കും? മനുഷ്യരൊക്കെ നോക്കിയാൽ അവർ കൈമടക്കും. അവർ കൈമടക്കും. ഓ എന്ത് ചെയ്യണമെന്നറിയാതെ, എങ്ങോട്ട് തുഴയണമെന്നറിയാതെ, പ്രിയ മകനെ, പ്രിയ മകനെ, നീ ആയിരിക്കുമോ നിന്റെ അമരക്കാരനായി, നിന്റെ അമരക്കാരനായി, നിന്റെ അമരക്കാരനായി യേശു ഉണ്ടെന്നുള്ള കാര്യം നീ മറക്കരുത്. യേശു ഉണ്ട്. യേശു ഉണ്ട്. നിന്റെ അമരക്കാരനായി, നിന്റെ അമരക്കാരനായി, നിന്റെ അമരക്കാരനായി യേശു വസിക്കുന്നു. യേശു വസിക്കുന്നു. ഈ ലോകത്തെ ഒരു ഗവൺമെന്റ് അല്ല, സ്വർഗീയ ഗവൺമെന്റ് അത്രേ നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഓ ലോർഡ്, I give glory. Oh Lord, I give glory. Lord, I give you glory. Lord, I give you glory. എല്ലാ കാര്യങ്ങളും സ്വർഗത്തിലേക്ക് ഉയരട്ടെ. യെസ്. നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം ദൈവദാസനല്ല. നിങ്ങളുടെ വിഷയങ്ങൾക്ക്, നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം കർത്താവ് യേശു അത്രേ. കർത്താവ് യേശു അത്രേ. കുഞ്ഞെ, നിന്റെ ഹൃദയം ഉയരത്തിലേക്ക് ഉയരട്ടെ. യേശുവിലേക്ക് ഉയരട്ടെ. യെസ്, നിന്റെ ഹൃദയം യേശുവിനെ കാണട്ടെ. ഹല്ലേലൂയ. ഇവിടെ ദൈവദാസനെ കാണാൻ ആരും വന്നിട്ടില്ല.
ഇവിടെ യേശുവിനെ കാണാൻ എത്ര ജനം വന്നിരിക്കുന്നത്. യേശുവിനെ കാണാൻ നിന്റെ ഹൃദയം യേശുവിലേക്ക് ഉയരട്ടെ. നിന്റെ ഹൃദയം യേശുവിലേക്ക് ഉയരട്ടെ. ഹല്ലേലൂയ. നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം അവിടെ നിന്ന് കാണും. രക്തസ്രാവക്കാരത്തിക്ക് പല നാളുകളായി പല പ്രശ്നങ്ങളുണ്ട്. അവൾ ഈ ലോകത്ത് പലയിടത്തും ഓടി, ഈ ലോകത്ത് പലയിടത്തും അവൾ ഓടി. പക്ഷെ ഈ ലോകത്ത് അവൾക്ക് സമാധാനം കൊടുക്കുവാൻ കഴിഞ്ഞില്ല. ഈ ലോകത്ത് അവൾക്ക് അവളുടെ സൗഖ്യം കൊടുക്കുവാൻ കഴിഞ്ഞില്ല. ഈ ലോകത്തിന് അവൾക്ക് സന്തോഷം കൊടുക്കുവാൻ കഴിഞ്ഞില്ല. പകരം ഈ ലോകം എന്ത് ചെയ്യുന്നറിയാമോ? അവളുടെ സമ്പത്ത് അപഹരിച്ചോ, അവളുടേതായ ഉള്ളത് അപഹരിച്ചോ, അവളുടെ സന്തോഷം അപഹരിച്ചോ, അവളുടെ സമാധാനം അപഹരിച്ചോ, അവളുടെ ആരോഗ്യം അപഹരിച്ച ഈ ലോകം. യെസ്, ലോകത്തിന്റെ കുഞ്ഞ് നിനക്ക് അതേ സമ്മാനിക്കാൻ കഴിയുകയുള്ളൂ, അതേ സമ്മാനിക്കാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. വേദന നിറഞ്ഞ ഹൃദയവുമായി അവൾ അവസാനം ആരോ അവളോട് പറഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ട്, അവന്റെ പേര് യേശു എന്നാണ്. ഓ, യേശുവിന്റെ നാമത്തിന് മുമ്പിൽ സ്വർലോകത്തിലുള്ളവരുടെയോ ഭൂലോകത്തുള്ളവരുടെയോ അധോലോകത്തുള്ളവരുടെയോ സകല മുഴങ്കാലും മടങ്ങുമെങ്കിൽ ഈ രക്തസ്രാവക്കാർത്തി സ്ത്രീയെ, നിനക്ക് രോഗം തരുന്ന സ്പിരിറ്റ് യേശുവിന്റെ മുമ്പിൽ മുഴങ്കാലും മടക്കാവും. നീ യേശുവിന്റെ അടുക്കച്ചല്ലേ, നീ യേശുവിന്റെ അടുക്കച്ചല്ലേ, അവൻ നിനക്ക് സൗഖ്യം തരും. പല തടസ്സങ്ങളും അവൾക്ക് വന്നു. യേശുവിന്റെ അടുക്കലേക്ക് അടുക്കുവാൻ കഴിയുന്നില്ല. പുരുഷാര് എന്നാൽ അവളത് ഗണ്യമാക്കിയില്ല, അവളത് ഗണ്യമാക്കിയില്ല. അവളുടെ ആവശ്യമായിരുന്നു നമുക്ക് വലുത്, അവളുടെ ആവശ്യമായിരുന്നു വലുത്. ആവശ്യഭാരത്തോടെ അവൾ ആയിരിക്കുമ്പോൾ ഇന്ന് കുഞ്ഞെ, ഒരുപക്ഷെ നിനക്ക് ആഗ്രഹിക്കുന്ന രീതി സ്തുതിക്കാൻ പറ്റുന്നില്ലായിരിക്കാം. യെസ്, അടുത്തിരിക്കുന്ന വ്യക്തി സ്തുതിക്കുന്നത് പോലെ സ്തുതിക്കാൻ പറ്റുന്നില്ല. കാരണം ആവശ്യഭാരമില്ല. ആവശ്യഭാരമുള്ളത് എത്ര തിരക്കായാലും എന്ത് വിഷയമായാലും അതവർക്കൊരു വിഷയമല്ല. വെളുപ്പിന് തണുപ്പാണ്, അതവർക്ക് വിഷയമില്ല. തങ്ങൾക്ക് ജോലിയുണ്ടോ, അതവർക്ക് വിഷയമല്ല. ഓവർ ടൈം ഉണ്ടോ, അതവർക്ക് വിഷയമല്ല. കോൺട്രാക്ട് ഉണ്ടോ, അതവർക്ക് വിഷയമല്ല. നിനക്കൊരു ആവശ്യമുണ്ടെങ്കിൽ നീ യേശുവിന്റെ അടുക്കൽ വരും. എന്റെ യേശുവിന്റെ അടുക്കൽ വരും. എന്റെ അടുത്തല്ല പരിഹാരം, എന്റെ യേശുവിന്റെ അടുക്കൽ അത്ര പരിഹാരം. ആ സ്ത്രീയെ വിഷയങ്ങൾ നോക്കിയില്ല, പുരുഷാരത്തെ നോക്കിയില്ല. അവൾ ഇടയിലൂടെ ആ പുരുഷാരത്തെ തള്ളി മാറ്റി. കുഞ്ഞേ, ഇന്ന് നിനക്ക് യേശുവിന്റെ അടുക്കൽ എത്തണമെങ്കിൽ നീ പലതിനെയും തള്ളി മാറ്റേണ്ടതായിട്ടുണ്ട്. നീ ചിന്തിക്കുന്നു നിനക്ക് പെട്ടെന്ന് യേശുവിന്റെ അടുക്കൽ എത്താമെന്ന്. ഇല്ല. നിന്റെ ട്രഡീഷൻ ആദ്യം നിന്നെ തടയും. നിന്റെ ചുറ്റുപാടുമുള്ളവർ ആദ്യം നിന്നെ തടയും. അതൊന്നും വേണ്ട, ഇത്രയും മതി. നിന്റെ കുടുംബത്തിലുള്ളവർ ആദ്യം നിന്നെ തടയും. എന്നാൽ ആ സ്ത്രീയെ ആരൊക്കെ തടഞ്ഞാൽ ഞാൻ യേശുവിന്റെ അടുക്കലെത്താം. എനിക്ക് സമൂഹത്തിൽ ഈ അസുഖം കൊണ്ട് പ്രത്യക്ഷപ്പെടാൻ കഴിയുകയില്ല. പക്ഷെ ആരൊക്കെ തടഞ്ഞാല് എവിടെ പരിഹാരമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി അവിടെ ഞാൻ ചെല്ലും. എന്റെ യേശുവിന്റെ അടുക്കൽ ചെല്ലും. അവളൊരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിനനുസരിച്ച് ഹല്ലേലൂയ, അവർ പുരുഷാരത്തെ തള്ളി നീക്കി. എന്ന കുഞ്ഞെ, നിന്നെ തടയുന്ന ഹല്ലേലൂയ ആ വിഷയങ്ങളെ തള്ളി മാറ്റി നിനക്ക് മുന്നോട്ടേക്ക് വരുവാൻ കഴിയുമോ? യേശുവിനെ അനുസരിക്കുവാൻ ഒരുപക്ഷെ നിന്റെ കുടുംബത്തിലുള്ളവർ നിന്നെ തടയും, ഒരുപക്ഷെ നിന്റെ സമൂഹം നിന്നെ തടയും, നിന്റെ ചുറ്റുപാട് നിന്നെ തടയും. എന്നാൽ തടയപ്പെട്ട ആ വ്യക്തിയിലേക്ക് യേശുവിന്റെ ശക്തി ഒഴുകുകയില്ല. തടസ്സം മാറ്റി കടന്നു വന്ന കുഞ്ഞെ, നീ യേശുവിനെ തൊടാൻ തയ്യാറുണ്ടോ? നിന്നിലേക്ക് ഉന്നതന്റെ ശക്തി ഒഴുകും. നിന്നിലേക്ക് അത് പ്രവഹിക്കുവാൻ ഇടയാകും. ഹല്ലേലൂയ. ഒരു സമുദായ കുടുംബത്തിൽ ജനിച്ചവനായി ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു ഹിന്ദു സഹോദരനിൽ നിന്ന് കർത്താവ് യേശുവിനെ അറിയുവാനിടയായി. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതാ. എന്നാൽ ആ ക്രിസ്തുവിനോട്ട് അടുക്കുവാൻ ആദ്യം തന്നെ എന്റെ കുടുംബത്തിലുള്ളവർ തടസ്സമായി. ഈ സന്ദേശത്തിന്റെ
കംപ്ലീറ്റ് CD DVD കൾ നിങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രാർത്ഥനാലയവുമായി ബന്ധപ്പെടുക.